ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ് ഓഫ് ഐസ. ലച്ചു, നിന്റെ ഒരുക്കം കഴിഞ്ഞില്ലേ? എന്റെ അമ്മേ, എന്തിനാ ധൃതി കൂട്ടുന്നത്? 10 മണിക്കല്ലേ അവര് വരുന്നത്. ചേച്ചി ഒന്ന് ഒരുങ്ങി സുന്ദരി ആയിക്കോട്ടെ. എപ്പ തുടങ്ങിയ ഒരുക്കമാണിത്? കാശ് കൊണ്ട് നമുക്ക് അവരുടെ ഒപ്പം നിൽക്കാൻ പറ്റില്ലെന്നല്ലേ അമ്മ പറഞ്ഞത്? സൗന്ദര്യം കൊണ്ടെങ്കിലും ഒപ്പം നിൽക്കണ്ടേ? കല്ലു, നിന്റെ നാക്ക് ഇത്തിരി കൂടുതലാട്ടോ. അമ്മേ, ഈ വരുന്ന ചെക്കൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട. ഇവിടെ ഇഷ്ടം പോലെ ചെക്കന്മാരുണ്ട്. നീ ഒന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങളെ രണ്ടുപേരെയും വളർത്താൻ ഞാൻ കഴിച്ച പാട് എനിക്കേ അറിയൂ. രണ്ടും ചെറുതായിരുന്നപ്പോൾ അച്ഛന്റെ സുഖം നോക്കിപ്പോയി. പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഇവിടെ ഉള്ളവർ എങ്ങനെ ജീവിക്കുന്നതെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? എന്റെ മക്കളെ നല്ല നിലയിൽ കെട്ടിച്ചു വിടണം, അതെന്റെ വാശിയാണ്. ലച്ചി ചേച്ചി സുന്ദരിയല്ലേ അമ്മേ? എന്തായാലും ചെക്കൻ ഇഷ്ടാവും. അമ്മ ഇങ്ങനെ വിഷമിക്കല്ലേ. ഇന്ന് കാണാൻ വരുന്ന ചെക്കന്റെ അമ്മ ലച്ചുവിനെ അമ്പലത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അമ്മയ്ക്ക് ലച്ചുവിനെ ഇഷ്ടമായി. പയ്യൻ IT കമ്പനിയിലാണ് ജോലി. അമ്മേ, അവര് വന്നെന്ന് തോന്നുന്നു. ഒരു വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. അമ്മ അമ്മാവനോട് മുൻവശത്തേക്ക് ചെല്ലാൻ പറയും. കല്ലു, ഞാൻ ഇത്തിരി ഓവറായോ? എന്റെ ലച്ചു ചേച്ചി, പെണ്ണു കാണാൻ വരുമ്പോൾ ഒന്ന് അണിഞ്ഞൊരുങ്ങി നിൽക്കണം. ലച്ചു, ദേ അവര് വന്നിട്ടുണ്ട്. അമ്മയും പെങ്ങളും അളിയനും കൂടി ഉണ്ട്. മോള് വായോ. ലച്ചു എല്ലാവർക്കും ചായ കൊടുത്തു. ചായ കൂടി കഴിഞ്ഞപ്പോൾ ചെറുക്കന് പെണ്ണിനോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ലച്ചുവിന്റെ മുറിയിൽ വെച്ചാണ് സംസാരിച്ചത്. ഞാൻ മിഥുൻ, IT കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ഇതൊക്കെ തനിക്ക് അറിയാമായിരിക്കും. താൻ അറിയാത്ത കുറച്ചു കാര്യങ്ങൾ കൂടിയുണ്ട്. പെണ്ണു കാണാൻ വന്നിരിക്കുന്നത് എന്റെ ഇഷ്ടത്തോടല്ല. എന്റെ അമ്മയെ വേദനിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. എന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു കുട്ടിയുമായി ഞാൻ ഇഷ്ടത്തിലായിരുന്നു. ദിവ്യ എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. ജാതി വേറെയാണെന്ന കാരണം പറഞ്ഞ് ഞങ്ങൾ തമ്മിലുള്ള വിവാഹത്തിന് എന്റെ വീട്ടുകാർ എതിർത്തു. പിന്നെ കല്യാണം നടന്നാൽ അമ്മ ജീവനോടെ ഉണ്ടാവില്ല എന്ന ഭീഷണി. ഇപ്പൊ ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു. പക്ഷെ കഴിഞ്ഞതൊക്കെ മറക്കാൻ എനിക്ക് കഴിയില്ല. നമ്മുടെ കല്യാണം കഴിഞ്ഞാലും എനിക്ക് തന്നെ ഭാര്യയായി കാണാൻ കഴിയില്ല. എന്ത് വേണമെന്ന് തനിക്ക് തീരുമാനിക്കാം. ലച്ചു മറുപടി ഒന്നും പറഞ്ഞില്ല. മിഥുൻ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ കല്ലു ഓടി വന്നു. എന്താ ചേച്ചി ആള് സംസാരിച്ചത്? കുറെ നേരം ആയല്ലോ. അത് ആളെക്കുറിച്ചും ജോലിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞതാണ്. എന്നിട്ട് ചേച്ചിയുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഓടിയൊന്ന്, അത് നിനക്ക് തോന്നുന്നതാണ്. വെറുതെ ഓരോന്ന് പറയണ്ട. കല്യാണം ഉറപ്പിച്ചാണ് മിഥുന്റെ വീട്ടുകാർ പോയത്. മോളെ, നിന്റെ ഭാഗ്യമാണ് ഇത്രയും വലിയ വീട്ടിലേക്ക് മരുമകളായി കയറി ചെല്ലാൻ കഴിയുന്നത്. അമ്മയുടെ സന്തോഷം കണ്ടപ്പോൾ മിഥുൻ പറഞ്ഞ കാര്യങ്ങൾ അമ്മയോട് പറയാൻ ലച്ചുവിന് തോന്നിയില്ല. അച്ഛൻ ഇട്ടിട്ട് പോയതിനു ശേഷം അമ്മ ഒത്തിരി കഷ്ടപ്പെട്ടാണ് തന്നെയും കല്ലുവിനെയും വളർത്തിയതും പഠിപ്പിച്ചതും. ഇത് പറഞ്ഞ് അമ്മയുടെ സന്തോഷം കളയണ്ട. വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം, ലച്ചു മനസ്സിൽ കരുതി. കല്യാണം തീയതി കുറിച്ചു. ഇതിനിടയിൽ ഒരിക്കൽ പോലും മിഥുൻ ലച്ചുവിനെ വിളിച്ചിട്ടില്ല. എന്താ ചേച്ചി ഈ മിഥുൻ ചേട്ടൻ ഇങ്ങനെ? എങ്ങനെ? അല്ല, ഒരിക്കൽ പോലും ചേച്ചി ഒന്ന് ഫോൺ ചെയ്തില്ലല്ലോ. ഇനി ആ ചേട്ടന് കല്യാണത്തിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ? കല്ലു, നീ ആവശ്യമില്ലാത്തത് പറയാൻ നിൽക്കണ്ട. തിരക്കുള്ളത് കൊണ്ടായിരിക്കും വിളിക്കാത്തത്. എനിക്ക് തോന്നുന്നില്ല. മതി, ഇനി ഇതിനെപ്പറ്റി നീ ഒന്നും പറയണ്ട കേട്ടോ. കല്യാണത്തിന് തലേ ദിവസം ലച്ചുവിനുള്ള സാരിയും ആഭരണങ്ങളും മിഥുന്റെ വീട്ടിൽ നിന്ന് കൊണ്ടു കൊടുത്തു. കല്യാണ വേഷത്തിൽ ലച്ചു അതീവ സുന്ദരിയായിരുന്നു. എന്നാൽ മിഥുൻ ലച്ചുവിനെ ഒന്നും നോക്കിയത് പോലുമില്ല. മിഥുന്റെ വീട്ടിലേക്ക് പോകാൻ നേരം അമ്മയെയും അനിയത്തെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടാണ് ലച്ചു യാത്ര പറഞ്ഞിറങ്ങിയത്. മിഥുന്റെ വീട്ടിലെ പാർട്ടിയും മറ്റു പരിപാടികളും കഴിഞ്ഞപ്പോൾ രാത്രിയായി. മിഥുൻ കൂട്ടുകാരുടെ കൂടെയായിരുന്നു. ചേച്ചിയാണ് ലച്ചുവിന് മിഥുന്റെ മുറി കാണിച്ചു കൊടുത്തത്. ലക്ഷ്മി, കുളിച്ച് ഫ്രഷ് ആയിക്കോ. ദേ ഇതാണ് നിങ്ങളുടെ റൂം. കുറെ നേരം കഴിഞ്ഞിട്ടും മിഥുൻ വന്നില്ല. എപ്പോഴോ ഉറങ്ങിപ്പോയ ലച്ചു രാവിലെ എഴുന്നേറ്റപ്പോൾ കട്ടിലിന്റെ ഒരറ്റത്ത് മിഥുൻ കിടക്കുന്നുണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് അമ്മ മിഥുനോട് ചോദിച്ചു, മിഥുനെ, ലച്ചുവിന്റെ വീട്ടിലേക്കൊന്ന് പോവണ്ടേ? അതൊരു നാട്ടു നടപ്പാണ്. അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നായിരുന്നു മിഥുന്റെ മറുപടി. ലച്ചുവിന് വീട്ടിലേക്ക് പോയി കല്ലുവിനെയും അമ്മയെയും കാണണമെന്നുണ്ടായിരുന്നു. മിഥുൻ അവളോട് മിണ്ടാറില്ലായിരുന്നു. അവന്റെ അവഗണന അവളെ ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. പലപ്പോഴും അവൾക്ക് എല്ലാം അവസാനിപ്പിച്ച് സ്വന്തം വീട്ടിലേക്ക് പോകണമെന്ന് തോന്നും. എന്നാൽ അമ്മയുടെ മുഖം ഓർക്കുമ്പോൾ എല്ലാം സഹിക്കാനുള്ള ശക്തി കിട്ടും. ഒരു ദിവസം മിഥുൻ ഉച്ചയ്ക്ക് വന്നു. കൂട്ടുകാരന്റെ വിവാഹത്തിന് പോകാൻ വേണ്ടിയായിരുന്നു. ലച്ചു കരയുന്നത് കണ്ടാണ് അവൻ മുറിയിലേക്ക് വന്നത്. അവൾ കരയുന്നത് കണ്ടപ്പോൾ അവന് വിഷമം തോന്നി. അവനെ കണ്ടതും അവൾ എണ്ണീറ്റ് നിന്നു. താൻ കരയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. തനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ല എന്ന് പറയാമായിരുന്നില്ലേ? ഏട്ടൻ വിവാഹത്തിന് സമ്മതിച്ചത് അമ്മ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ? അതുപോലെ എൻ്റെ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. തൻ്റെ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയോ? അച്ഛൻ ഞങ്ങളെ ഉപേക്ഷിച്ചതിന് ശേഷം അമ്മ ഞങ്ങളെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. ജീവിതത്തിൽ എൻ്റെ അമ്മ ഒരു സന്തോഷവും അനുഭവിച്ചിട്ടില്ല. ഈ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം എൻ്റെ അമ്മ നല്ല സന്തോഷത്തിലാണ്. ഞാൻ കാരണം എൻ്റെ അമ്മയുടെ സന്തോഷം കളയാൻ ഞാൻ ഒരുക്കമല്ലായിരുന്നു.
അതുകൂടി കണ്ടോണ്ടാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. ഞാൻ കാരണം തൻ്റെ ജീവിതം കൂടി ഇല്ലാതാവുമല്ലേ. എനിക്ക് ഏട്ടനോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. എന്നോട് കാണിക്കുന്ന ഈ അവഗണന എൻ്റെ വീട്ടുകാർ അറിയരുത്. എൻ്റെ അമ്മ അറിഞ്ഞാൽ അമ്മയ്ക്ക് സഹിക്കാൻ കഴിയില്ല. കാരണം അമ്മ സ്വന്തം മകനായാണ് ഏട്ടനെ കണ്ടിരിക്കുന്നത്. ഏതൊരാവശ്യത്തിനും ഒപ്പം നിൽക്കുന്ന ഒരു മകൻ, പിന്നെ കല്ലുവിനൊരു ഏട്ടൻ. അവൾ പറയുന്നതൊക്കെ കാര്യമായതുകൊണ്ട് മിഥുന് മറുപടി ഉണ്ടായിരുന്നില്ല. ഇനി എന്നെങ്കിലും എൻ്റെ വീട്ടിൽ പോവുകയാണെങ്കിൽ ഒന്ന് അഭിനയിച്ചേക്കണേ, ഒരു മകനായും ചേട്ടനായും. വൈകുന്നേരമാണ് മിഥുൻ കല്യാണത്തിന് പോയത്. കുറെ ആളുകൾ ഉണ്ടായിരുന്നു കല്യാണത്തിന്. മിഥു എന്ന് വിളിച്ചുകൊണ്ട് ഒരു യുവതി മിഥുന്റെ അടുത്തേക്ക് വന്നു. ദിവ്യ ആയിരുന്നു അത്. നിന്റെ കല്യാണം കഴിഞ്ഞത് ഞാൻ അറിഞ്ഞിരുന്നു. ഭാര്യ വന്നിട്ടുണ്ടോ? ഇല്ല. നിന്റെ ആള് വന്നിട്ടില്ലേ? ഉവ്. ആദ്യമൊക്കെ നല്ല വിഷമമായിരുന്നു നമ്മുടെ വിവാഹം നടക്കാത്തതിൽ. ഇപ്പൊ ഇല്ല കേട്ടോ, ഞങ്ങൾ അമേരിക്കയിലാണ്. നിന്നെ കെട്ടിയിരുന്നെങ്കിൽ എനിക്ക് അമേരിക്കയിൽ പോകാൻ പറ്റുമായിരുന്നോ? ഇത്രയും സുഖമായി ജീവിക്കാനും പറ്റില്ലായിരുന്നു. നിന്റെ അമ്മയെ എനിക്കിപ്പോ നല്ല ഇഷ്ടമാണ്. കാരണം നിനക്കിപ്പോ മനസ്സിലായല്ലോ. ദിവ്യയുടെ സംസാരം കേട്ട് മിഥുന് അവനോട് തന്നെ വെറുപ്പ് തോന്നി. അവൾക്ക് വേണ്ടിയാണല്ലോ താൻ കെട്ടിയ പെണ്ണിനോട് അവഗണന കാണിച്ചത്. മിഥുന് ലച്ചുവിനെ കാണണമെന്ന് തോന്നി. പാർട്ടിക്കൊന്നുമില്ല. വീട്ടിലെത്തിയപ്പോൾ വാതിൽ തുറന്നത് ലച്ചു ആയിരുന്നു. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. ലച്ചു വേഗം അമ്മയെ വിളിക്കാൻ പോയി. എനിക്ക് ഇയാൾ വിളമ്പി തന്നാ മതി. കേട്ടത് സ്വപ്നത്തിലാണോ എന്ന് ലച്ചുവിന് തോന്നി. മിഥുൻ കൈ കഴുകി വന്നു. ലച്ചു സന്തോഷത്തോടെ അവന് ഭക്ഷണം വിളമ്പി കൊടുത്തു. അവളുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നാളെ നമുക്ക് തന്റെ വീട്ടിലേക്ക് പോകണം. അമ്മയെയും കല്ലുവിനെയും ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വരണം. പിറ്റേ ദിവസം മിഥുനും ലച്ചുവും കൂടി ലച്ചുവിന്റെ വീട്ടിലേക്ക് പോയി. പോകുന്ന വഴിക്ക് കല്ലുവിനും അമ്മയ്ക്കും ഡ്രസ്സ് വാങ്ങി. വീട്ടിലെത്തി. കാറിന്റെ ശബ്ദം കേട്ടപ്പോഴും കല്ലു ഓടി വന്നു. അമ്മേ, ചേട്ടനും ചേച്ചിയുമാണ്. അവരെ കണ്ടതും അമ്മയ്ക്ക് സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു. മോൻ വായോ എന്ന് പറഞ്ഞ അമ്മ മിഥുനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇനി അമ്മയ്ക്ക് ചേച്ചീനെ വേണ്ട, ചേട്ടനെ മതി. നീ കുശുമ്പ് പറയാതെ. ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. അമ്മേ, ഞങ്ങൾ വന്നത് നിങ്ങളെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടു പോകാനാണ്. മോനെ, അത് പിന്നെ. അമ്മ ഒന്നും പറയണ്ട. ഇത്രയും നാള് അമ്മ കഷ്ടപ്പെട്ടില്ലേ? ഇനി അത് വേണ്ട. ഇപ്പൊ അമ്മയ്ക്കൊരു മകനുണ്ട്. ഇനി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. കല്ലുവിനെ നമുക്ക് അവിടുത്തെ കോളേജിൽ ചേർക്കാം. കേട്ടതൊക്കെ വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണ് ലച്ചു. താൻ എന്താ ഇങ്ങനെ നോക്കുന്നത്? ഇതെന്റെ അഭിനയമല്ല കേട്ടോ. ഇനി മുതൽ തൻ്റെ അമ്മയും അനിയത്തിയും എൻ്റെയും കൂടിയാണ്. ഏട്ടാ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ച് പറഞ്ഞതല്ല. താനൊന്നും പറയണ്ട. തെറ്റ് എൻ്റെ ഭാഗത്താണ്. ഇനി മുതൽ നമ്മൾ ഒരു പുതിയ ജീവിതം തുടങ്ങുകയാണ്.